സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രവർത്തകന്മാർക്ക് നിരന്തരമായി വറ്റാത്ത ആത്മവിശ്വാസവും പ്രേരണയും നൽകുന്നത് സംഘപ്രവർത്തനത്തിൻ്റെ ആധാരസ്ഥാനമായ സംഘസ്ഥാനമാണ്. അവിടെ ഒത്തുകൂടി കളിക്കുകയും വ്യായാമം ചെയ്യുകയും പാട്ടുപാടുകയും പരസ്പരം സൗഹൃദം പുതുക്കുകയും നിർവ്യാജമായി നിഷ്കപടമായി പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സാധനാ കേന്ദ്രം. അതാണ് സത്യത്തിൽ സംഘസ്ഥാൻ. സംഘസ്ഥാൻ ഭാവിയിലുള്ള ഹിന്ദുരാഷ്ട്രത്തിൻ്റെ നിർമ്മാണ കേന്ദ്രമാണ്. ഈ ഹിന്ദുരാഷ്ട്രം ഏത് തരത്തിൽ, നമ്മുടെ ഭാരതഭൂമി ഭാരതരാഷ്ട്രം ഏത് തരത്തിൽ രൂപപ്പെടണമോ അതിന് അനുസരിച്ചിട്ടുള്ള ആശയങ്ങളെ ഗർഭം ധരിച്ച് അത് സമൂഹത്തിന് വിതരണം ചെയ്യാൻ കഴിവുള്ള സമഗ്ര വ്യക്തികളെ സൃഷ്ടിക്കുന്നതാണ് സംഘസ്ഥാൻ എന്ന ഒരു ആത്മവിശ്വാസം ഓരോ സ്വയം സേവകനുമുണ്ട്. നിരന്തരമായി സംഘസ്ഥാനിൽ സാധന ചെയ്താൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല. ഏത് അവിശ്വാസിയോ അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലാത്ത വ്യക്തിയോ സംഘസ്ഥാനിലെ കൂട്ടായ്മയിലൂടെ ആത്മവിശ്വാസത്താൽ നിറഞ്ഞ മനസ്സുള്ളവനായി തീരും എന്നത് സംഘ സ്വയംസേവകരുടെ ഒരു ഭാവാത്മകമായ വിശ്വാസമാണ്. ഭാഗ്യവശാൽ അത് കേവലം ഒരു വിശ്വാസമല്ല. ആരംഭം മുതൽ നിരാശയിലാണ്ട ഹിന്ദു സമാജത്തിനെ ഓരോ ഗ്രാമങ്ങളിലും പോയി വ്യക്തിപരമായി സമ്പർക്കം ചെയ്ത് സൗഹൃദത്തിൻ്റെ നൂലുകൊണ്ട് കെട്ടി അവരെ സംഘസ്ഥാനിലെത്തിച്ച് കൂട്ടായ കർമ്മപരിപാടികളിൽ അവർ വ്യാപൃതരാകുമ്പോൾ അവരുടെ മുൻകാലത്തുള്ള നിരാശയും ആത്മവിശ്വാസരാഹിത്യവും ഒറ്റയാൻ മനസ്സും ഒക്കെ നഷ്ടപ്പെട്ട് അവരെല്ലാം കൂട്ടായി വിജയകരമായി പ്രവർത്തിക്കുവാനുള്ള ഒരു പന്ഥാവിലേക്ക് എത്തി എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് മുന്നേറും. ഈ ഒരു മനോഭാവം സ്വയംസേവരിൽ സൃഷ്ടിക്കുന്നതിന് ഛത്രപതി ശിവാജിയുടെയും വിമോഹത്തിൽ പെട്ടുപോയിരുന്ന അർജുനന് കൃഷ്ണൻ്റെ ഉപദേശം കൊണ്ട് കിട്ടിയ ഉത്സാഹവും ഒക്കെ തന്നെ പലപ്പോഴായി സ്മരിച്ച് സംഘസ്ഥാനിലൂടെ ആത്മവിശ്വാസമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുന്ന സംഘത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഈ ഗീതത്തിൽ നമുക്ക് അതിനുള്ള ആഹ്വാനവും അതിനുള്ള ആശയത്തിൻ്റെ തനിമയും കാണാൻ സാധിക്കും. ഇതാണി പാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ, ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഒരു സ്വയംസേവകൻ സംഘസ്ഥാനിനെ കാണുന്നത് ഈ രാഷ്ട്രമാതാവിനു വേണ്ടി തൻ്റെ ജീവിതത്തെ രൂപവൽക്കരിക്കുവാനുള്ള സാധനാസ്ഥലിയായിട്ടാണ്. ആ സാധനയിലൂടെ രാഷ്ട്രഹിതത്തിനായി പ്രവർത്തിക്കുന്നവനായി തീരുക എന്ന ഒരു സാധകൻ്റെ സാധ്യത്തിലേക്ക് അയാൾ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഭാരതമാതാവിൻ്റെ പരിവർത്തനത്തിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ശ്രീകോവിലാണിത് എന്ന് വെറും പൊടിമണ്ണ് നിറഞ്ഞു നിൽക്കുന്ന സംഘസ്ഥാനിനെ ഭാവാത്മകമായി ജീവസുറ്റ ഒരു സാധനാ കേന്ദ്രമായി കാണുന്ന സ്വയം സേവകൻ്റെ മനസ്സാണ് ഈ വരികളിൽ നിഴലിക്കുന്നത്. അടുത്ത വരികളിൽ വളരെ കാവ്യാത്മകമായി പ്രഭാതത്തിൻ്റെ കിളികൂജനങ്ങളും പ്രഭാതത്തിൽ വിടരുന്ന പുഷ്പങ്ങളും എല്ലാം തന്നെ ഈ ഒരു ആശയത്തിൻ്റെ പുഷ്ടിയുടെ വർധനവിന് വേണ്ടി വിടരുന്നതായി കവി സങ്കല്പിക്കുകയാണ്. അത് സ്വയംസേവൻ്റെ ചുണ്ടുകളിൽ പാട്ടായി വിരിയുകയാണ്. വിഭാതവേളയിൽ നമ്മയുണർത്തും കിളികുലമിവിടെ പാടിയിടും, പ്രഭാസ സന്ധ്യയിൽ വിടരും സുരഭില സുമതതി നർത്തനമേകിടും.
നർത്തനമാടിയിടും. സ്വതന്ത്ര ജീവിത വിജയരഹസ്യം പകരും മാരുതനിന്നിവിടെ. പറന്നു വന്നീ പരിസരമാകെ പുതിയൊരു ചേതന ചേർത്തിടും. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടും പാരമ്പര്യത്തെ മറന്നുപോയ കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളെ കൊണ്ടും അസ്വാതന്ത്ര്യത്തിൽ കിടന്നിരുന്ന ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പ്രവർത്തനമാണ് സംഘത്തിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് സ്വതന്ത്ര ഭാരത വിജയരഹസ്യം പകരും മാരുതനിന്നിവിടെ എന്ന വരികൾ ഓരോ വ്യക്തികളുടെയും ഉള്ളിലുള്ള പാരതന്ത്ര്യ മനസ്സിനെ മാറ്റി സ്വാതന്ത്ര്യബോധം അവരിൽ വളർത്തുന്ന സംഘപരിപാടികളുടെ ശാഖയുടെ കർമ്മശേഷിയെയാണ് ഈ വരികളിൽ സ്മരിക്കുന്നത്. സംഘസ്ഥാനിനെ പറ്റി തന്നെ വീണ്ടും പറയാണ്, ഇവിടുന്നുയരും ശംഖധ്വനിയുടെ മംഗളമാം താരകമന്ത്രം അഗാധ നിദ്രയിൽ മുഴുകിയ ഹൈന്ദവ കർണപുടങ്ങളിലെത്തിയിടും. അണിയണിയായവരണയും നിശ്ചയം ഇവിടെ പ്രണമിച്ചിടാനായി. ഇവിടെ പ്രതിദിനമാരതി ചെയ്യാൻ പ്രതിജ്ഞ ചെയ്യുക ഈ നമ്മൾ. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഒരു പവിത്രമായ ക്ഷേത്ര പരിസരത്ത് ഉയരുന്ന ശംഖധ്വനിയും ആ ശംഖധ്വനിയുടെ മംഗളമായ ശബ്ദം കൊണ്ട് നിദ്രയിൽ അമർന്നു കിടക്കുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ഉണർവും അതാണ് ഈ വരികളിൽ വർണ്ണിക്കുന്നത്. ഹിന്ദുക്കൾ സ്വയം ബോധം നഷ്ടപ്പെട്ട് ആത്മവിസ്മൃതിയിലാണ്ടി ഉറക്കത്തിലാണ്. അങ്ങനെയുള്ള അഗാധമായ നിദ്രയിൽ കിടക്കുന്നതായ ഹിന്ദുക്കളെ ഓരോരുത്തരെയും പോയി കണ്ട് അവരുടെ ആലസ്യഭാവം മാറ്റി ഉത്തിഷ്ഠ എന്ന ഉപനിഷത്ത് സന്ദേശം അവരിലേക്ക് പകർന്ന് അവരെ കർമ്മത്തിൽ ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുക എന്നതാണ് സംഘസ്ഥാനിൻ്റെ വിശേഷം. ആ ഒരു പ്രവർത്തനത്തെയാണ് ഇവിടെ പറയുന്നത്. അഗാധ നിദ്രയിൽ മുഴുകിയ ഹൈന്ദവ കർണപുടങ്ങളിലെത്തിയിടും. അണിയണിയായവരണയും നിശ്ചയം ഇവിടെ പ്രണമിച്ചിടാനാണ്. ഇവിടെ പ്രതിദിനമാരതി ചെയ്യാൻ പ്രതിജ്ഞ ചെയ്യുക ഈ നമ്മൾ. ഈ വരികളിൽ അതാണ്. സംഘസ്ഥാനിൽ ഏതുപോലെയാണ് ഒരു വ്യക്തി സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ മോക്ഷേച്ഛുവായിട്ടോ അർത്ഥേഷ്ടുവായിട്ടോ ആർത്ഥനായിട്ടോ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, അതിൽ നിന്നെല്ലാം വിമുക്തനായി അല്ലെങ്കിൽ ഉയർന്ന് അർത്ഥാർത്ഥിയോ അല്ലെങ്കിൽ മുമുക്ഷുവോ അല്ലെങ്കിൽ ഈ പറയുന്ന രോഗം മാറണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുവാൻ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ഭക്തനെ പോലെയല്ല സംഘസ്ഥാനിൽ വരുന്നതായ ഒരു ഭക്തൻ. അവിടെ നിത്യവും പ്രണമിച്ച് അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള അടിമത്ത മനോഭാവവും ദുർബലതയും നീക്കി അവൻ ആ സങ്കേതത്തിൽ പ്രതിദിനം ആരതി ചെയ്യുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ഹിന്ദു അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതാണ് ഈ വരികളിൽ വർണ്ണിക്കുന്നത്. വീണ്ടും ഉള്ള വരികളിൽ ചരിത്രത്തിലെ ചില സന്ദർഭങ്ങളെ ഓർക്കുകയാണ്. യുദ്ധക്കളത്തിൽ ധർമ്മത്തെ രക്ഷിക്കാനായി സർവ്വവിധ ആയുധങ്ങളുമായി സൈന്യത്തോടൊപ്പം പോയ അർജുനൻ തൻ്റെ ധാർമ്മികമായ കർത്തവ്യം യുദ്ധം ചെയ്യലാണ്, താൻ ക്ഷത്രിയനാണ്, ഈ അധർമ്മികളെ അവസാനിപ്പിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണ് എന്നെല്ലാം ധരിച്ച് ഉറച്ച് പോയ അർജുനൻ കൃഷ്ണനോട് ഈ രഥം ഈ യുദ്ധക്കളത്തിൻ്റെ നടുവിൽ നിർത്തൂ എന്ന് പറഞ്ഞപ്പോൾ അത്തരം
പ്രവൃത്തി ചെയ്ത കൃഷ്ണഭഗവാന്റെ മുന്നിൽ അർജുനൻ പിന്നീട് ദീനനായി കരയുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് കൃഷ്ണ ഗാണ്ഡീവം വീണുപോകുന്നു, എൻ്റെ ത്വക്ക് അത് പരിശുഷ്യത, അത് ചൂടുപിടിച്ചല്ലെങ്കിൽ വളരെയധികം വരൾച്ചയുണ്ടാകുന്നു, എൻ്റെ ചുണ്ട് വരളുന്നു, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ബന്ധുക്കളെ കൊല്ലുന്നത്? അത് പാപമല്ലേ? അങ്ങനെ കൊന്നാൽ അവിടെ വർണ്ണസങ്കരം വരില്ലേ? വർണ്ണം സ്ത്രീകൾ ദുഷിക്കില്ലേ? അതുകൊണ്ട് ഇത്തരമൊരു പാപം ഞാൻ ചെയ്യില്ല കൃഷ്ണ എന്ന് പറഞ്ഞ് തേർത്തടത്തിൽ ആയുധം വെച്ച് ദുർബലനായി തീർന്ന അർജുനനോട് ക്ലൈബ്യം ആസ്മകമപ്പാർത്ത നൈദത്യ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ, നീ ഈ ക്ലീബൻ്റെ അവസ്ഥ സ്വീകരിക്കരുത്, ആണും പെണ്ണുമല്ലാത്ത അവസ്ഥ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് അവനെ പൗരുഷശാലിയായ ഒരു ക്ഷത്രിയനാക്കി ഉയർത്തിയ ആ കൃഷ്ണഭഗവാനെ ഈ വരികളിൽ സ്മരിക്കുകയാണ്. അഗാധ നിദ്രയിൽ ആണ്ട ഹൈന്ദവ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ കർണപുടങ്ങളിൽ എത്തുന്നത് ഈ കൃഷ്ണൻ്റെ സന്ദേശമാണ്. അതുകൊണ്ട് അവിടെ കൃഷ്ണഭഗവാന്റെ സന്ദേശം കൊണ്ട് ഉണർന്നെഴുന്നേറ്റ അർജുനനെ സ്മരിക്കുകയാണ്. അതുപോലെ കടൽ കടന്ന് സീതാദേവിയെ അന്വേഷിക്കാൻ പുറപ്പെട്ട വാനരന്മാർ കടൽ തീരത്ത് എങ്ങനെ ഈ സമുദ്രം തരണം ചെയ്യണം എന്ന ചിന്തയാൽ വളരെയധികം ക്ഷീണിതരായി നിൽക്കുമ്പോൾ ആർക്ക് ഈ 100 യോജന ചാടിക്കടക്കാൻ പറ്റും എന്ന ആശങ്കയിൽ അവരെല്ലാം നിൽക്കുമ്പോൾ ഹനുമാൻ എന്ന് പറയുന്ന കരുത്തുള്ള ഒരു വാനരനെ കണ്ടെത്തിയ ജാമ്പവാൻ ഹനുമാനോട് തൻ്റെ ജന്മകാലം മുതലുള്ള പൂർവ്വവൃത്താന്തങ്ങൾ, ജനിച്ചുടനെ സൂര്യബിംബം കണ്ട് അത് പഴമാണെന്ന് കരുതി കുതിച്ചു ചാടാൻ മാത്രം കരുത്തുണ്ടായിരുന്ന നീ ഈ പ്രവൃത്തിയും ചെയ്യുവാൻ സാധിക്കും, രാമനാമം നിൻ്റെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഹനുമാനെ വീര്യമുള്ളവനാക്കി ഒരൊറ്റ കുതിപ്പിന് ആ 100 കാതം താണ്ടി ലങ്കയിലെത്താനുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഹനുമാൻ തയ്യാറായ ആ ഇതിഹാസ കഥയെ ഇവിടെ ഈ വരികളിൽ സ്മരിക്കുകയാണ്. അപ്പോൾ നിരാശാപൂരിതനായ അർജുനൻ എങ്ങനെയാണോ കർത്തവ്യനിരതനായി കൃഷ്ണൻ്റെ വാക്കുകൾ കൊണ്ട് ഉയർത്തപ്പെട്ടത്, എങ്ങനെയാണോ സ്വയം കഴിവുകളെ മറന്ന ഹനുമാൻ ഏറ്റവും കരുത്തുള്ള ഒരു ബലവാനായ ഹനുമാനായി മാറിയത്, അതുപോലെ സംഘസ്ഥാനിലെ പ്രവൃത്തികൾ നമ്മളെ ഓരോരുത്തരെയും കരുത്തുള്ളവരാക്കി തീർക്കുന്നു എന്നീ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിഷാദമറ്റ കിരീടിധനുസ്സിൻ ഞാണൊലി മുഴക്കി അന്നിവിടെ പ്രബുദ്ധമാവമുയർന്ന ഹനുമാൻ കുതിച്ചുയർന്നതും അന്നിവിടെ പ്രതിജ്ഞ ചെയ്തു ജയിക്കാൻ കരവാൾ വീരശിവാജി ധരിച്ചിവിടെ വില്ലുകുലയ്ക്കും പാർത്ഥനു സാരഥി യോഗേശ്വരനുണ്ടിന്നിവിടെ ഇവിടെ നമിക്കാം ഇവിടെ ജപിക്കാം ഇവിടെ സാധന ചെയ്തിടാം. ഈ സംഘസ്ഥാനിലെ സാധനയുടെ മഹത്വത്തെ ഒന്നുകൂടി വിശദമാക്കുകയാണ്. ഏതുപോലെയാണോ സമർത്ഥ രാമദാസിൻ്റെ ഉപദേശങ്ങൾ കേട്ട് വെറുമൊരു പടനായകൻ്റെ മകനായിരുന്ന ഛത്രപതി ശിവാജി തൻ്റെ ഖഡ്ഗവുമായി ഹിന്ദുധർമ്മ രക്ഷയ്ക്ക് തയ്യാറായത്, അതുപോലെ ഏതുപോലെയാണോ പാർത്ഥൻ്റെ കഥ നേരത്തെ പറഞ്ഞതുപോലെ ആ പാർത്ഥൻ വില്ലുമായി യുദ്ധത്തിന് തയ്യാറായപ്പോൾ ആ പാർത്ഥന് കരുത്ത് നൽകുന്ന യോഗേശ്വരൻ, ഇത് രണ്ടും കൂടുമ്പോഴാണ് കർമ്മം പൂർത്തിയാകുന്നത് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്വശ്രീ വിജയോർഭൂതിർ ധ്രുവാനീതിർ മധുർമമ. ഈ വരികളെ ഓർത്തുകൊണ്ടാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും ഇവിടെ ഈ സംഘസ്ഥാനിലൂടെ ഉയരുകയാണ് അർജുനൻ ഈ യോഗേശ്വരനായ കൃഷ്ണൻ്റെ ഉപദേശം കേട്ട് എന്ന്. അപ്പോൾ സംഘസ്ഥാനിൽ നിന്നുള്ള ഉദ്ബോധനങ്ങൾ, ആ നിശബ്ദമായി നിൽക്കുന്ന ഗുരുവിൻ്റെ മന്ത്രണങ്ങൾ, അത് ഒരു വ്യക്തിയെ കർമ്മ നിപുണനാക്കുന്നു എന്ന് യോഗേശ്വരനായ കൃഷ്ണൻ്റെ സഹായത്തോടുകൂടി എങ്ങനെയാണോ അർജുനൻ ധനുർധരനായത്, അല്ലേ ധനുർധരനായ അർജുനന് നേരായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ എങ്ങനെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ കൂട്ടായത്, സഹായിയായത്, ഗുരുവായത്, അതുപോലെ
ഒരു ഉണർന്നെഴുന്നേറ്റ ഹിന്ദുവിന് സംഘത്തിൻ്റെ സന്ദേശം അത് യോഗേശ്വരനായ കൃഷ്ണൻ്റെ സന്ദേശം പോലെയാണ് എന്ന് ഈ വരികളിൽ നമ്മൾ പാടുകയാണ്. അതുപോലെ തന്നെ സംഘസ്ഥാനിൽ ഉയരുന്നതായ കാവ്യപതാക, ദിവസവും സ്വയം സേവകർ ഉയർത്തുന്ന കാവ്യപതാക, അതിനെ പ്രണമിച്ച് സംഘസ്ഥാനിലെ പരിപാടികൾ നടത്തുമ്പോൾ ഏതുപോലെയാണോ ദിവസവും കിഴക്കൻ ചക്രവാളത്തിൽ ആ അരുണവർണ്ണം ഉയർന്നു പൊങ്ങുമ്പോൾ സർവ്വ ജീവജാലങ്ങളും കർമ്മനിരതരാകുന്നത്, അതുപോലെ സംഘസ്ഥാനിൽ ഉയരുന്നതായ കാവ്യപതാക ആ സംഘസ്ഥാനിൽ വരുന്ന ഓരോ വ്യക്തിയെയും തയ്യാറാക്കും. ആ വ്യക്തി കേവലം തൻ്റെ എന്തെങ്കിലും ശാരീരികമായ പരിവർത്തനത്തിന് ആണ് ഞാനിവിടെ വന്നത് എന്ന ചുരുങ്ങിയ ചിന്തകൾക്കപ്പുറത്ത് സമ്പൂർണമായ വിശ്വത്തിലും ഈ ഹിന്ദുധർമ്മത്തിൻ്റെ സന്ദേശം എത്തിക്കുവാനാണ്, ദിഗ്വിജയത്തിന് വേണ്ടിയുള്ള അശ്വങ്ങളെപ്പോലെയാണ് ഞങ്ങൾ ഈ സംഘസ്ഥാനിൽ നിന്ന് കുതിക്കുന്നത് എന്ന ഒരു വീര്യഭാവം സ്വയം സേവകൻ്റെ മനസ്സിൽ ഈ വരികൾ ഉയർത്തുന്നു. അരുണപ്രഭമാമുയരദിവാകര കിരണപതാക ഉയരുകയായി, പുതിയ യുഗത്തിൻ ദിഗ്വിജയത്തിനു മംഗളദീപ്തി കൊളുത്താനായി, അഭിമാനത്തിൻ സ്വാതന്ത്ര്യത്തിൻ അജയ്യ വീര്യമുണർത്താനായി, ഉയർന്നു പൊങ്ങുകയാണിവിടുന്നും പാഞ്ചജന്യ തരംഗങ്ങൾ. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഈ സംഘസ്ഥാൻ എന്ന സാധനാ കേന്ദ്രത്തിൽ ഉയരുന്നതായ കാവ്യപതാക, ആ കാവ്യപതാക ദിഗ്വിജയത്തിന് പോലും തയ്യാറാകാൻ നമ്മളെ തയ്യാറാക്കുന്നു. ഈ വിശ്വത്തിന് മുഴുവൻ മംഗളം പകരാൻ അതിനുള്ള അജയ്യമായ ഒരു ആത്മവിശ്വാസവും അഭിമാനപൂരിതമായ ഒരു കർമ്മശേഷിയും ഓരോ വ്യക്തിയിലും ഈ സംഘസ്ഥാനിലെ സാധന നിറക്കുന്നു എന്നാണ് ഈ വരികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഗീതം ഒന്ന് പാടാം. ഇതാണി പാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ, ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. വിഭാതവേളയിൽ നമ്മയുണർത്തും കിളികുലമിവിടെ പാടിയിടും, പ്രഭാത സന്ധ്യയിൽ വിടരും സുരഭില സുമതതി നർത്തനമാടിയിടും. സ്വതന്ത്ര ജീവിത വിജയ രഹസ്യം പകരും മാരുതനിന്നിവിടെ, പറന്നു വന്നീ പരിസരമാകെ പുതിയൊരു ചേതന ചേർത്തിടും. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഇവിടുന്നുയരും ശംഖധ്വനിയുടെ മംഗളമാം താരകമന്ത്രം, അഗാധ നിദ്രയിൽ മുഴുകിയ ഹൈന്ദവ കർണപുടങ്ങളിലെത്തിയിടും. അണിയണിയായവരണയും നിശ്ചയം ഇവിടെ പ്രണമിച്ചിടാനായി. ഇവിടെ പ്രതിദിനമാരതി ചെയ്യാൻ പ്രതിജ്ഞ ചെയ്യുകയി നമ്മൾ. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. വിഷാദമറ്റ കിരീടിധനുസ്സിൻ ഞാണൊലി മുഴക്കി അന്നിവിടെ, പ്രബുദ്ധ ഭാവമുണർന്ന ഹനുമാൻ
കുതിച്ചുയർന്നതുമന്നിവിടെ പ്രതിജ്ഞ ചെയ്തു ജയിക്കാൻ കരവാൾ വീരശിവാജി ധരിച്ചിവിടെ. വില്ലുകുലയ്ക്കും പാർത്ഥനു സാരഥി യോഗേശ്വരനുണ്ടിന്നിവിടെ. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. അരുണപ്രഭമാമുദയ ദിവാകര കിരണപതാക ഉയരുകയാൽ പുതിയ യുഗത്തിൻ ദിഗ്വിജയത്തിനു മംഗളദീപ്തി കൊളുത്താനായി അഭിമാനത്തിൻ സ്വാതന്ത്ര്യത്തിൻ അജയ്യവീര്യമുണർത്താനായി ഉയർന്നു പൊങ്ങുകയാണിവിടുന്നും പാഞ്ചജന്യതരംഗങ്ങൾ. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം.